കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നഥനയേലെ ദൈവസന്നിധിയിലേക്ക് തിരികെ വരുന്നു. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം നല്ലതുപോലെ ഗ്രഹിച്ചിരുന്ന നഥനയേൽ നസ്രത്തിൽ നിന്ന് നന്മ വരികയില്ല എന്ന മുൻവിധിയോടെ അടുത്തു വരുമ്പോഴും അവനിൽ കപടമില്ല എന്ന് സാക്ഷിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ശരിയായ പ്രബോധന ശുശ്രൂഷയിലൂടെ നൽകിക്കൊണ്ട് ഈ 37ാമത്തെ മല്ലപ്പള്ളി കൺവെൻഷൻ അഭിവന്യ തിരുമേനിയാൽ സമാരംഭിക്കപ്പെട്ടു. ഇത് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ. ശരിയായ ദൈവവചന ശുശ്രൂഷ നിറവടിയായി നിർവഹിപ്പാൻ നമുക്ക് ശക്തി നൽകട്ടെ. പ്രത്യേകിച്ച് കർത്താവ് യേശു മിശിഹായുടെ പുനരുത്ഥാന പെരുന്നാളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നോയമ്പോടും ഉപവാസത്തോടും കൂടി ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പ്രകാശനത്തിൻ്റെ മനോഹര പാതയായി ഇത് പരിണമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭ അത് കേവലം ഒരു ഭാവനയല്ല. യേശു ക്രിസ്തു ചരിത്രത്തിൽ ജനിച്ച്, ചരിത്രത്തിൽ ജീവിച്ച്, ഈ ചരിത്രത്തിൽ കഷ്ടമനുഭവിച്ച് മരിച്ച് കബറടക്കം ചെയ്യപ്പെട്ട് മരണത്തിനപ്പുറമായി പുനരുത്ഥാനം ചെയ്ത ചരിത്രത്തിലെ വ്യക്തിയാണ്. പലപ്പോഴും മതജീവിതത്തെക്കുറിച്ച് ഈ ഉത്തരാധുനിക സമൂഹം കാണുന്നത് അതൊരു മിത്താണെന്നാണ്. എന്നാൽ യേശു ക്രിസ്തു ഒരു മിത്തല്ല. ക്രിസ്തീയ സഭ ഒരു മിതോളജിക്കൽ ചർച്ച് അല്ല, മറിച്ച് അതിനേക്കാളുപരി ഈ ചരിത്ര ലോകത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. മനുഷ്യരോടുകൂടി അധിവസിച്ചു. യെശയ്യാപ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. യഥാർത്ഥത്തിൽ പ്രവചന പൂർത്തീകരണമായി കാലസമ്പൂർണതയിൽ മറിയാമിൻ്റെ ഉദരത്തിൽ ദൈവപുത്രൻ മനുഷ്യനായി ജനിച്ചു. ആ ദൈവപുത്രൻ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. കർത്താവ് ചരിത്രത്തിൽ ജീവിച്ചു വന്നത് വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നു. കേവലം ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ടല്ല, ചരിത്ര സത്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് AD 325 318 പിതാക്കന്മാരാൽ സമാരംഭിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിൽ ഇപ്രകാരം എഴുതി, പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ. പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ എന്ന് എഴുതപ്പെട്ടതിലൂടെ ഇത് ചരിത്രത്തിൽ നടന്ന സത്യമാണ്. ഇതൊരു ഫിക്ഷൻ അല്ല, ഇതൊരു ഭാവനയല്ല, ഇതൊരു കഥ മെനഞ്ഞെടുത്തുണ്ടാക്കിയതല്ല. നസ്രായക്കാരൻ യേശു കഥാപാത്രമല്ല, മറിച്ച് ചരിത്രത്തിലെ സത്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയുടെ തനിമ. വിശ്വാസ ജീവിതത്തിൻ്റെ മനോഹരമായ സാക്ഷ്യം നമുക്ക് നൽകിയത് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ്. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്താണ് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, അവനിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചു വന്ന് ഈ ചരിത്ര ലോകത്തോട് വിളിച്ചു പറഞ്ഞ 12 അപ്പോസ്തലന്മാരുണ്ട്. അപ്പോസ്തോലിക സാക്ഷ്യമാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇന്നും നമ്മെ മുൻപോട്ട് നയിക്കുന്നത് അപ്പോസ്തോലിക സാക്ഷ്യമാണ്. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൻ്റെ ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്ന ചില അപ്പോസ്തോലിക സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇപ്രകാരം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിനെ വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും അവരെ കിടത്തും. ധന്യനായ പത്രോസ് അപ്പോസ്തലൻ വീഥികളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴൽ എങ്കിലും രോഗികളുടെ മേൽ വീഴുവാൻ വേണ്ടി വീഥികളിലും നിരത്തുകളിലും അവരെ കിടത്തും. ഞാൻ ഓർമ്മിപ്പിച്ചു, വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രൈസ്തവ സഭയുടെ മനോഹര സാക്ഷ്യം അപ്പോസ്തലന്മാർ ലോകത്തിന് നൽകിയ സാക്ഷ്യമാണ്. അപ്പോസിൽ വിറ്റ്നസ് ഈസ് ആക്ച്വലി ദ ബേസിസ് ഓഫ് ദി ഹിസ്റ്റോറിസിറ്റി ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമാണല്ലോ. മലങ്കര സഭയെ സംബന്ധിച്ച് ഞാനും നിങ്ങളും എങ്ങനെ ഉരുവായി, എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മഹത്തരമായ ഒരു അപ്പോസ്തോലിക സാക്ഷ്യമുണ്ട്. അതിൻ്റെ ചരിത്രപരമായ തെളിവാണ്
യഥാർത്ഥത്തിൽ മൈലാപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ കബറിടം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പോസ്തലന്മാരുടെ കബറിടം നിലനിൽക്കുന്നു. അപ്പോസ്തലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ആ വിശ്വാസ സമൂഹം അപ്പോസ്തോലിക സാക്ഷ്യത്വത്തിന്റെ പിന്തുടർച്ചയാണ്. ഞാൻ വായിച്ചു കേൾപ്പിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 15-ാം വാക്യം, അത് അപ്പോസ്തോലിക സാക്ഷ്യത്തിന്റെ മനോഹരമായ ഒരു മുഖമാണ്. എന്താണത്? പത്രോസിന്റെ നിഴൽ. എന്നെ ഈ പാച്ചൻ പറഞ്ഞേ, എന്നെ പറഞ്ഞേ, പത്രോസിന്റെ നിഴൽ. എൻ്റെ കൂടെ ഒന്ന് പറയാവോ? എന്നെ പറഞ്ഞേ, പത്രോസിന്റെ നിഴൽ. സഹോദരങ്ങളെ, പത്രോസിന്റെ നിഴലെങ്കിലും വീണാൽ രോഗികൾക്ക് സൗഖ്യം ലഭിക്കും. അപ്പോൾ അപ്പോസ്തോലിക സഭയിൽ അപ്പോസ്തോലന്മാർ നൽകിയ ആധ്യാത്മിക ജീവിതത്തിന്റെ ശക്തി എത്ര മനോഹരം! പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം വിവരിക്കുന്നത് ആദിമ സഭയിൽ അപ്പോസ്തോലിക ശുശ്രൂഷയെ കുറിച്ചാണ്. മർക്കോസിന്റെ മാളികയിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായ അപ്പോസ്തോലന്മാർ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി. പത്രോസ് ശ്ലീഹായുടെ പ്രഥമ പ്രസംഗത്തിൽ 3000 പേര് സഭയോട് ചേർന്നു. മെസപ്പൊത്തോമ്യരും ഏലാമ്യരും വ്യത്യസ്തരായ ഭാഷകൾ സംസാരിച്ചിരുന്ന വ്യക്തികൾക്ക് പത്രോസിന്റെ പ്രസംഗം അവരുടെ ഭാഷകളിൽ മനസ്സിലായി. യഥാർത്ഥത്തിൽ എന്തൊരു വലിയ, ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്ത വൈബാണ്. ഭയങ്കരമായ ആധ്യാത്മിക ഉണർവാണ് അപ്പോസ്തോലിക സഭയാൽ യഹൂദ സമൂഹത്തിൽ, വിജാതീയ സമൂഹത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോസ്തോലിക സഭയെക്കുറിച്ച് പറയുന്നത് അവർ ഒരുമനപ്പെട്ടു കൂടി വന്നു, അവർ പ്രാർത്ഥന കഴിച്ചു, എല്ലാം പൊതുവകയെന്നെണ്ണി അപ്പം നുറുക്ക് ശുശ്രൂഷ നിർവഹിച്ചു. അപ്പോസ്തോലന്മാരാൽ അനേക അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടന്നു. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്. പത്രോസ് കടന്നു പോകുമ്പോൾ, ബാക്കി നിങ്ങൾ പറ, പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ ഇന്ന് അനവധി സഭാപ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. സൗഖ്യദായകമായ അനവധി മാധ്യമങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും സാധനങ്ങൾ വാഴ്ത്തി ശുദ്ധീകരിച്ച് നൽകുന്നു. ഇങ്ങനെയെല്ലാം എന്നെല്ലാം വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട്. അതൊന്നും ശരിയല്ല എന്നല്ല അച്ഛൻ പറയാൻ പോകുന്നത്. എന്നാൽ അപ്പോസ്തോലിക സാക്ഷ്യത്തിന്റെ പ്രഥമ ഉദാഹരണം, അത് ഞാൻ വിളിച്ചു പറഞ്ഞത്, ഇവിടെ പത്രോസ് ശ്ലീഹ പ്രാർത്ഥിക്കുന്നില്ല, പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുന്നില്ല, ഭൗതികമായി ഒന്നും നിർവഹിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ നിഴൽ, സ്കിയ എന്ന എബ്രായ ഭാഷയിൽ, പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സേൽ എന്ന എബ്രായ ഭാഷ. ആ എബ്രായ ഭാഷയുടെ ഗ്രീക്ക് തത്തുല്യമാണ് സ്കിയ, നിഴൽ. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ വളരെ മനോഹരമായി സുറിയാനി പാരമ്പര്യത്തിൽ പറയുന്ന വാക്കാണ് തേലോനീസോ. ഒന്നാമത് ഇത് പറയുന്നത് ഈ നിഴൽ സംരക്ഷണത്തിന്റെ നിഴലാണ്. ഇത് സംരക്ഷണത്തിന്റെ നിഴലാണ്. സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോഴും ദൈവത്തിന്റെ നിഴൽ എന്ന അർത്ഥതലത്തിൽ തേലോനീസോ എന്ന പദമാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിഴൽ, അതാണ് ഒന്നുമില്ലായ്മയുടെ നടുവിൽ സൃഷ്ടി ഉരുവായി തീർന്നത് നിഴലിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർവശക്തന്റെ നിഴൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മൂടിയിരുന്നു. ആ മൂടിയിരുന്ന നിഴലാണ് സൃഷ്ടിക്ക് അടിസ്ഥാനമായി തീർന്നത്. മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം യഹൂദജനത്തെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന വിശാലവും സുന്ദരവുമായി നാട്ടിലേക്ക് നയിച്ചപ്പോൾ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. ഇത് യഥാർത്ഥത്തിൽ പിതാക്കന്മാർ രുചിച്ചറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ എബ്രായക്കാർ അവരുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു. 91-ാം സങ്കീർത്തനത്തിൽ
അത്യുന്നതന്റെ മറവിലും, ബാക്കി പറ, സർവശക്തന്റെ നിഴലിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ദൈവീക സാന്നിധ്യത്തിന്റെ, ദൈവീക സംരക്ഷണത്തിന്റെ, തരിശുഭൂമിയെ, ഊഷരഭൂമിയെ ഊഷ്മളമാക്കുന്ന ദൈവീക സൃഷ്ടിയുടെ പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ നിഴൽ. ഇതാ പുതിയ നിയമസഭയിൽ അപ്പോസ്തലന്മാരിൽ മൂപ്പനായവൻ യെരൂശലേമിന്റെ തെരുവീതികളിലൂടെ നടക്കുമ്പോൾ അവന്റെ നിഴൽ അത് രോഗികളുടെ മേൽ വീഴുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മെ സംബന്ധിച്ച് അല്പം വർത്തമാന കാലഘട്ടത്തിന്റെ പ്രായോഗിക തലയിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ, ഈ നിഴൽ എത്ര മനോഹരമാണ്. മല്ലപ്പള്ളി ദേശത്തിന് അനുഗ്രഹകരമായ ഒരു നിഴലുണ്ട്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അത് ആരുടെ നിഴലാണ്? ധന്യനായ പരിശുദ്ധനായ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ നിഴൽ. 37 വർഷമായി ഈ കൺവെൻഷനെ എന്നെ സംബന്ധിച്ചോ എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത നിഴലാണ്. ഇന്നും എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ആ ഓരോ ശബ്ദവും പ്രതിധ്വനിക്കുന്നു ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ നിഴൽ. എനിക്കും നിങ്ങൾക്കും വേണ്ടി നല്ലപോലെ ഈ ഭൂമിയിൽ കൃഷി ചെയ്തവർ, നമ്മളെ വളർത്തിയ പിതാക്കന്മാർ, നമുക്ക് വേണ്ടി അധ്വാനിച്ച അമ്മ, അവരെല്ലാം മാറാതെ മറയാതെ അവരുടെ നിഴൽ ഇന്നും നമ്മെ, ബാക്കി പറ, ഇന്നും നമ്മെ പിന്തുടരുന്നു. സത്യത്തിൽ എത്ര ഭയങ്കരമാണ് നിഴലിൻ്റെ ശക്തി. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, എന്തൊരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു ഗലീല കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശീമോൻ. ആ ശീമോനെ സർവശക്തനായ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്നിട്ട് ശീമോനോട് പറഞ്ഞു, നിന്റെ പേര് ഇന്നു മുതൽ കേപ്പ പത്രോസ് എന്നാണ്. സത്യത്തിൽ ഇതൊരു വലിയ രൂപാന്തരമാണ്. ഞാങ്ങടയായിരുന്ന ശീമോൻ, അസ്ഥിരനായിരുന്ന ശീമോൻ, കോപിഷ്ഠനായിരുന്ന ശീമോൻ, ഏത് പ്രതിസന്ധികളുടെയും മുമ്പിൽ പറയുന്ന വാക്കുകൾക്ക് സ്ഥിരതയില്ലാതെ ഉറച്ചു നിൽക്കുവാൻ തന്റെ ഇടമില്ലാത്ത ശീമോൻ, ആ ശീമോൻ നസ്രായക്കാരൻ യേശുവിനോട് കൂടിയപ്പോൾ പത്രോസായി പരിണമിച്ചു. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും എന്ന് നസ്രായക്കാരൻ യേശു പറഞ്ഞപ്പോൾ, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല എന്ന് നിഷ്കളങ്കനാണ്. അതുകൊണ്ട് എടുത്തു ചാടി പറഞ്ഞതാണ്. പക്ഷെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു ബാല്യക്കാരി സ്ത്രീയുടെ മുൻപാകെ കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുൻപ് 3 പ്രാവശ്യം പത്രോസ്ലീഹ കർത്താവിനെ തള്ളി പറഞ്ഞു. അതേസമയം ഫിലിപ്പിയരുടെ കൈസരിയയിൽ വെച്ച് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ചോദിച്ചപ്പോൾ എത്ര ധൈര്യത്തോടെയാണ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ ആകുന്നുവെന്ന്. എന്നാൽ അധികം താമസിക്കാതെ കർത്താവ് തന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശുവിനെ മാറ്റിക്കൊണ്ടുപോയിട്ട് പത്രോസ്ലീഹ പറഞ്ഞു, മണ്ടത്തരം കാണിക്കരുതേ, നിനക്കങ്ങനെ സംഭവിക്കരുതേ. ഉടനെ കർത്താവ് പറഞ്ഞു, സാത്താനേ നീ എന്നെ വിട്ടുപോക. ഫിലിപ്പിയ കൈസരിയിൽ വെച്ച് പറഞ്ഞു, ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നമ്മളൊന്ന് നോക്കിയാൽ പാരബോളിക്, വളരെയധികം ഉന്നതമായ ആത്മീയ അവസ്ഥയിലേക്ക് കയറി വന്ന് പെട്ടെന്ന് തകർന്നു പോകുന്ന പച്ചയായ മനുഷ്യന്റെ പ്രകൃതമാണ് ധന്യനായ പത്രോസ്ലീഹയ്ക്ക്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട പത്രോസ്ലീഹ, മർക്കോസിന്റെ മാളികയിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ പത്രോസ്ലീഹ, അദ്ദേഹം മാറി. എത്രമാത്രം മാറി എന്നറിയണമെങ്കിൽ യെരൂശലേമിന്റെ തെരുവീതിയിൽ നോക്കിയാൽ മതി. അദ്ദേഹം നടന്നു പോകുമ്പോൾ നിഴലെങ്കിലും എന്തു ഭയങ്കരം. സഹോദരങ്ങളെ, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മൾ എത്രമാത്രം ബലഹീനരാണെങ്കിലും, എത്രമാത്രം അസ്ഥിരമാനസരാണെങ്കിലും, നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ നല്ല സാക്ഷ്യം നൽകുവാൻ, ഈ വ്യക്തി ജീവിതത്തെ തൃക്കരങ്ങളിലെടുത്ത് ശുദ്ധീകരിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതിന് ദൈവം പത്രോസ്ലീഹായ്ക്ക് ഇടയാക്കിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം.
അപ്പോസ്തോലിക സാക്ഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ഉയർപ്പാണ്. ഞാനും നിങ്ങളും ഒരുങ്ങുന്നത് യഥാർത്ഥത്തിൽ ഉയർപ്പ് പെരുന്നാളിലേക്കാണ്. ഓരോ പെരുന്നാളും ഓരോ വർഷവും നടക്കുമ്പം നമുക്കിങ്ങ് പ്രാധാന്യം നഷ്ടപ്പെടുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ് ഈസ് എ റിപ്പീറ്റഡ് ഈവന്റ് ഇൻ ദി ഹിസ്റ്ററി എന്നാണ്. ചരിത്രത്തിൽ ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു സംഭവം നെവർ. ഫീസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മിയർ റെപ്പറ്റീഷൻ ഓഫ് എ പാസ്റ്റ് ഇവന്റ്. ഒരു പഴയ സംഭവത്തിന്റെ വെറും ഒരു ആവർത്തനമല്ല യഥാർത്ഥത്തിൽ പെരുന്നാളുകൾ. നോട്ട് എ മിയർ റിമംബറൻസ്. ഏതെങ്കിലും ഒരു സംഭവം ചുമ്മാ ഓർക്കുന്നതല്ല, മറിച്ച് എന്താണെന്നറിയാവോ? ഇറ്റ് ഈസ് എ ടൈം ഓഫ് റിയൽ എക്സ്പീരിയൻസ്. വളരെ വ്യക്തമായി നമുക്ക് അനുഭവപ്പെടുകയാണ്. നമ്മുടെ ആരാധനയുടെയും ശുശ്രൂഷകളുടെയും പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കബറടക്ക ശുശ്രൂഷ നിർവഹിക്കും. അക്ഷരാർത്ഥത്തിൽ ഉയർപ്പ് ലിറ്റർജിക്കലി നമ്മൾ ആവിഷ്കരിക്കും. ആ കുരിശ് കയ്യിലെടുത്തുകൊണ്ട് ചുവന്ന വസ്ത്രം, ചുവന്ന തൂവാലയിൽ കുരിശ് പൊതിഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുകയാണ്, സത്യമായും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ പാപങ്ങളെയും, എല്ലാ കുറവുകളെയും, എല്ലാ ബലഹീനതകളെയും മാറ്റി ദൈവസന്നിധിയിൽ നമ്മെ ഉറപ്പിച്ചു നിൽക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, പത്രോസിന്റെ ബാക്കി എന്നാ? നിഴൽ. വെറും നിഴൽ എന്ന് പറയാനൊക്കത്തില്ല. ഇത് നിഴലിൻ്റെ മനോഹര തലമാണ്. ഞാൻ നിഴലിൻ്റെ രണ്ടാം അർത്ഥത്തിലേക്ക് വരട്ടെ. നിഴൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വ്യക്തിത്വത്തിൻ്റെ മനോഹര പ്രസരിപ്പാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് പേഴ്സണാലിറ്റി. എന്നാ ഞാൻ പറഞ്ഞേ? ഇറ്റ് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് പേഴ്സണാലിറ്റി. ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ നിഴൽ കൂടെ വരും. നമ്മുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിന്റെ എക്സ്റ്റൻഷനാണ് നിഴൽ. ഇച്ചിരൂടെ മനോഹരമായി പറഞ്ഞാൽ നമ്മിൽ ആവസിച്ചിരിക്കുന്നത് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നതാണ്. ബാക്കി പറ. പുറത്തേക്ക് ഒഴുകുന്നതാണ് നിഴൽ. മർക്കോസിന്റെ മാളികയിൽ വെച്ച് അഗ്നിതാവിന്റെ രൂപത്തിൽ ധന്യനായ പത്രോസും സഹശിഷ്യന്മാരും സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ നിറവാണ് പത്രോസിന്റെ നിഴൽ. പത്രോസിന്റെ മാത്രമല്ല, പാവപ്പെട്ട മനുഷ്യർ. നമ്മളെപ്പോഴും ഈ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പം ആ വിശുദ്ധിയെല്ലാം പ്രത്യേകിച്ച് പ്രസിദ്ധരായ കുറെ ആളുകൾ, സത്യമായും പരിശുദ്ധന്മാരും രക്തസാക്ഷികളും, അവരെല്ലാം വിശുദ്ധിയുടെ മനോഹര മാതൃകകളാണ്. എന്നാൽ അറിയപ്പെടാത്ത കുറെ വിശുദ്ധരുണ്ട്. അവരാരാണ്? ഈ 50 നോയമ്പിൽ നല്ല പോലെ കൂലിപ്പണി ചെയ്താലും ഞാൻ ഒരു ഓർത്തഡോക്സുകാരനാണ്, ഞാൻ ഉയർപ്പ് പെരുന്നാളിൽ ഒരുങ്ങുകയാണ് എന്ന് വിചാരിച്ച് വിയർപ്പിന്റെയും വേദനയുടെയും നടുവിൽ വിശുദ്ധിയോടെ നോയമ്പാചരിക്കുന്നവരുണ്ട്. അവരുടെ നിഴൽ ഈ ചരിത്രത്തിന്റെ വലിയ പ്രചോദനമാണ്. അനേക വ്യക്തികളെ ഇന്ന് ശക്തരായി നിലനിർത്തുന്നത് വേദനയുടെയും വിഷമത്തിന്റെയും നടുവിൽ അവർ അനുഭവിച്ച വിയർപ്പും അവരുടെ മനോഹര നിഴലുമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ നിഴൽ അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ മനോഹരമായ ഭാഗമാണ്. പത്രോസിന്റെ നിഴൽ. ഞാനതിനെക്കുറിച്ച് മറ്റൊരു തരത്തിൽ വിശദീകരിക്കട്ടെ. ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്, എസ്പെഷ്യലി മെറ്റാഫിസിക്സ് അനലൈസ് ചെയ്യുന്നത് എല്ലാ നിഴലിൻ്റെയും പുറകിൽ ഒരു പ്രകാശമുണ്ട്. പ്രകാശമില്ലെങ്കിൽ എന്നായില്ല, നിഴലില്ല. ഈ വെട്ടം ശക്തമായതുകൊണ്ട് ഈ പോഡിയത്തിന് നിഴലുണ്ട്, ഇവിടെ നിൽക്കുന്ന എനിക്ക് നിഴലുണ്ട്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നിഴലുണ്ട്. യഥാർത്ഥത്തിൽ നിഴലിന്റെ പുറകിൽ ഒരു സൂര്യനുണ്ട്. അതാണ് പഴയ നിയമം ഏറ്റവും മനോഹരമായി വിവരിക്കുന്നത്. നിഴലോ വസ്തുവോ ഒന്നുമല്ല പ്രസക്തം. പിറകിൽ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു പ്രകാശമുണ്ട്. ഗലീല കടലിന്റെ തീരത്ത് വെച്ച് മീൻ പിടിക്കുന്നവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് പ്രോട്ടോക്ലീറ്റോസ്, പ്രഥമമായി വിളിക്കപ്പെട്ടവൻ അന്ത്രയോസ് അപ്പോസ്തലനാണ്.
അന്ത്രയോസ് അപ്പോസ്തലനാണ് പത്രോസ്ലിഹായെ കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടിരുന്നത്. സമവീക്ഷണ സുവിശേഷത്തിൽ മീൻപിടുത്ത സാഹചര്യത്തിലാണ് പത്രോസിനെ വിളിച്ചു വേർതിരിക്കുന്നത്. സഹോദരങ്ങളെ, വലയുപേക്ഷിച്ചു, വള്ളം ഉപേക്ഷിച്ചു, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഈ 12 അപ്പോസ്തലന്മാർ വിളിച്ചവന്റെ പിന്നാലെ പോയതിന്റെ കാരണം വിളി കേട്ടവരുടെ സമർപ്പണത്തെക്കാൾ ഉപരി, സ്വർണ്ണനൗകാരനായി മാറി യൂവോനിയോസ് പറയുന്നത്, വിളി കേട്ടവരുടെ സമർപ്പണത്തെക്കാൾ ഉപരി വിളിച്ചവന്റെ ശക്തിയാണ്. വിളിച്ചവന്റെ ശക്തിയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ഞാനും നിങ്ങളും ഈ സമൂഹത്തിൽ നന്മയുടെ, സൗഖ്യത്തിന്റെ, സംരക്ഷണത്തിന്റെ നിഴലായി തീരണമെങ്കിൽ വിളിച്ചവന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മുടെ പുറകിൽ ശക്തമായൊരു പ്രകാശമുണ്ട്. നമ്മെ പ്രകാശിപ്പിക്കുന്ന മനോഹരമായൊരു തേജസ്സുണ്ട്. ആ തേജസ് പത്രോസിന്റെ നിഴൽ യാഥാർത്ഥ്യമാക്കി തീർത്തത്, പത്രോസിന്റെ നിഴൽ സൗഖ്യദായകമാക്കി തീർത്തത് പത്രോസിനെ വിളിച്ചു വേർതിരിച്ച സർവശക്തനായ ദൈവമാണ്. നീതിസൂര്യനായ ദൈവപുത്രനാണ്. ഞാൻ അപ്പോസ്തോലിക സാക്ഷ്യത്തിന്റെ 2ാം ഭാഗത്തേക്ക് വരട്ടെ. ഒന്നാമത്തേത് പത്രോസിന്റെ പറവാക്കി, പത്രോസിന്റെ രണ്ടാമത്തേത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇവിടെ പ്രതിപാദിക്കുന്നത് പൗലോസ്ലിഹായെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം തുടങ്ങുന്നത്, അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യരെ കണ്ടു. അവരോട് പൗലോസ്ലിഹ ചോദിച്ചു, നിങ്ങൾ സ്നാനം സ്വീകരിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങളെ കേട്ടിട്ടില്ല. ഉടനെ പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. യോഹന്നാന്റെ സ്നാനം ഇതൊരു പ്രധാന പഠന വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. മാനസാന്തര സ്നാനം, യോഹന്നാന്റെ സ്നാനം, അത് പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന സ്നാനമല്ല. ഇന്ന് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതാ. യേശു 30-ാമത്തെ വയസ്സിൽ മാമുദീസ സ്വീകരിച്ചു. നമ്മൾ 30-ാമത്തെ വയസ്സിലല്ലേ മാമുദീസ സ്വീകരിക്കേണ്ടത്? കാര്യം നമ്മുടെ കർത്താവ് എത്രാമത്തെ വയസ്സിലാണ് മാമുദീസ സ്വീകരിച്ചത്? 30-ാമത്തെ വയസ്സിൽ. നമ്മുടെ കർത്താവ് എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? പറ. അപ്പം നമ്മളും എത്രാമത്തെ വയസ്സിൽ മരിക്കണം? അതിച്ചിരി വിഷമമാണ് എൻ്റെ അച്ഛ. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ മാമോദീസായും ക്രിസ്തീയ മാമോദീസായും ഒന്നല്ല, രണ്ടാണ്. ക്രിസ്തുവിൻ്റെ മാമോദീസ യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് കർത്താവ് സ്വീകരിച്ച മാമോദീസ, അത് മാനസാന്തര സ്നാനം, യോഹന്നാന്റെ സ്നാനം. ക്രിസ്തു എന്തിനു സ്വീകരിച്ചു എന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറയാം. എന്നാൽ ക്രിസ്തീയ മാമോദീസ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ നൽകണം. അത് ആരുടെ നാമത്തിലാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന സത്യേക ദൈവം, സത്യേക ദൈവം. ആ സത്യേക ദൈവം ചരിത്രത്തിന് വെളിപ്പെടാൻ വേണ്ടി യോഹന്നാനിൽ നിന്ന് യേശു മാമോദീസ സ്വീകരിച്ചു. യോഹന്നാനിൽ നിന്ന് യോർദാൻ നദിയിൽ യേശു ക്രിസ്തു മാമോദീസ സ്വീകരിച്ചു. പിതാവായ സെറൂഗിലെ മാർ യാക്കോബ് പറഞ്ഞു, മനുഷ്യന്റെ 3 ഇന്ദ്രിയങ്ങളിലൂടെ രഹസ്യമായ, വിശുദ്ധ രഹസ്യമായ പരിശുദ്ധ തൃത്വം ചരിത്രത്തിന് വെളിപ്പെട്ടു. യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ വെച്ച് നസ്രായക്കാരൻ യേശുവിന്റെ ശിരസിൽ തൊട്ടു. ശിരസിൽ തൊട്ടു. ആരെ തൊട്ടു? നിത്യനായ ദൈവപുത്രനെ തൊട്ടു. തൊട്ടപ്പോൾ അവൻ കേട്ടു. എന്നത് കേട്ടു? സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. കേട്ടത് എന്താണ്? പിതാവിന്റെ ശബ്ദം. തൊട്ടത് ആരെയാണ്? പറവാക്കി, നിത്യനായ ദൈവപുത്രനെ. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വസിക്കുന്നത്, ഇറങ്ങി വിശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ യോഹന്നാൻ കണ്ടു. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 കൊച്ചു വാക്കുകള് എൻ്റെ കൂടെ പറയണം. തൊട്ടു. എൻ്റെ കൂടെ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ പറയണമെന്ന്. തൊട്ടു, തൊട്ടു.
എല്ലാവരും പറയാതെ ഞാൻ അടുത്ത് പറയത്തില്ല. തൊട്ടു, കേട്ടു, കണ്ടു. അങ്ങനെ പറ, ശരിക്ക് പറ. തൊട്ടു, കേട്ടു, കണ്ടു. സ്പർശനത്തിലൂടെ, ദർശനത്തിലൂടെ, ശ്രവണത്തിലൂടെ. These are all human faculties. ഇത് മനുഷ്യന്റെ ഇന്ദ്രിയ കഴിവുകൾ, സ്കിൽസ് ആണ്. Through these three human faculties, the Holy Trinity manifested into the history through the time, or especially through the baptism of our Lord Jesus Christ. കർത്താവിന്റെ മാമോദീസായിലൂടെ മനുഷ്യന് മനസ്സിലാകാവുന്ന സ്പർശനത്തിലൂടെ, ദർശനത്തിലൂടെ, ശ്രവണത്തിലൂടെ പരിശുദ്ധ തൃത്വം ചരിത്രത്തിന് വെളിപ്പെട്ടു. നമ്മൾ മാമോദീസായറ്റത്തിലൂടെ നമുക്ക് പുത്രസ്വീകാര്യവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നിത്യജീവനും കിട്ടി. എന്നാൽ യേശു ക്രിസ്തുവിന് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമോ നിത്യജീവനോ പുത്രസ്വീകാര്യമോ കിട്ടേണ്ട കാര്യമില്ല. കാരണം അവൻ നിത്യനായ ദൈവപുത്രനാണ്. അവൻ അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. അവൻ നിത്യനായ ദൈവപുത്രനായതുകൊണ്ട് നിത്യജീവൻ അവന്റെ പ്രകൃതമാണ്. പിന്നെ എന്തിനാണ് മാമോദീസ മുങ്ങിയത്? മാമോദീസ മുങ്ങിയത് നമുക്ക് പുത്രസ്വീകാര്യം കിട്ടാൻ, നമുക്ക് നിത്യജീവൻ കിട്ടാൻ, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ. പരിശുദ്ധ മാമോദീസ തൃത്വനാമത്തിൽ സമാരംഭിക്കുവാനും സ്ഥാപിക്കുവാനും വേണ്ടി കർത്താവ് യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ മാമോദീസ സ്വീകരിച്ചു. സഹോദരങ്ങളെ, എഫേസോസിലെ ചില ശിഷ്യർ അവർ യോഹന്നാന്റെ മാനസാന്തര സ്നാനമാണ് ഏറ്റത്. അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയില്ല. എന്നാൽ അപ്പോസ്തോലിക സ്നാനം സ്വീകരിച്ചവർക്ക് പുത്രസ്വീകാര്യവും നിത്യജീവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കിട്ടി. പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാരെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വീണ്ടും മാമോദീസ മുക്കുന്നു. അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. അതിനുശേഷം പൗലോസ് ശ്ലീഹ 3 സംവത്സരം തുറന്നോസിന്റെ പാഠശാലയിൽ പൗലോസ് ശ്ലീഹ പ്രവർത്തിക്കുന്നു. അനേകം അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 11-12 വാക്യങ്ങളിൽ പറയുന്നത്, അവന്റെ ശരീരത്തിൽ നിന്ന് ഉത്തരീയവും റൂമാലും, എന്നാ ഇപ്പൊ അച്ഛൻ പറഞ്ഞ വാക്ക്? ഉത്തരീയവും റൂമാലും. അത് രണ്ടും ഒരേ അർത്ഥമുള്ള 2 വാക്കുകളാണ്. സുഡാരിക്കോൺ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നു. സുഡാരിക്കോൺ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞാൽ വളരെ വളരെ പ്രത്യേക അർത്ഥമുള്ളതാണ്. വിയർപ്പ് തൂക്കുന്ന തുണി. എന്നാ? ഒന്നുകൂടെ പറ. ആ തുണി, അതിനെക്കുറിച്ച് മലയാളം വേദപുസ്തകത്തിലെ വാക്ക് നല്ല വാക്കാണ്. പൗലോസ് ശ്ലീഹയുടെ റൂമാൽ. എന്നാ? പൗലോസ് ശ്ലീഹയുടെ റൂമാൽ. ഒന്നുകൂടെ പറഞ്ഞേ. പൗലോസ് ശ്ലീഹയുടെ റൂമാൽ. ധന്യനായ പൗലൂസിന്റെ വിയർപ്പ് തുണി. കൂടാരപ്പണിക്കാരനായ പൗലോസ് ശ്ലീഹയുടെ അധ്വാനത്തിന്റെ പ്രതീകമായ അദ്ദേഹത്തിന്റെ മുഖത്തെ വിയർപ്പ് തൂക്കുന്ന തൂവാല, റൂമാൽ. അത് രോഗികളുടെ മേൽ ഇട്ടപ്പോൾ അവർക്ക് സൗഖ്യം നൽകി. അച്ഛൻ പറഞ്ഞു, ഒന്നാമത്തെ സാക്ഷ്യം പത്രോസിന്റെ അപ്പോസ്തോലിക സാക്ഷ്യം. രണ്ടാമത്തേത് പൗലൂസിന്റെ തൂവാല. പറ. പൗലൂസിന്റെ ഒന്നാമത്തേതിൽ വസ്തു ഒന്നുമില്ല എന്നത് മാത്രം. ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായതേ. ഒന്നാമത്തേതിൽ വസ്തു ഒന്നുമില്ല എന്നത് മാത്രം, നിഴല് മാത്രം. രണ്ടാമത്തേതിൽ ഒരു വസ്തുമയമായ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പ്രാതിനിധ്യമുണ്ടായി. എന്താണ് ആ വസ്തുവിന്റെ പ്രാതിനിധ്യം? പൗലൂസിന്റെ തൂവാല. ഒന്നുകൂടെ പറഞ്ഞേ. പൗലൂസിന്റെ. സഹോദരങ്ങളെ, ഇത് അപ്പോസ്തോലിക സാക്ഷ്യത്തിന്റെ മനോഹരമായ ഒരു പ്രതീകമാണ്. പൗലോസ് ശ്ലീഹ കാലം ചെയ്തപ്പം പൗലോസ് ശ്ലീഹയുടെ കയ്യിലുണ്ടായിരുന്നത്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പറയുന്നത്, കുറെ പുസ്തകങ്ങളും ഒരു പുതപ്പും മാത്രം. എന്നാ പറഞ്ഞേ? കുറെ പുസ്തകങ്ങളും ഒരു പുതപ്പും മാത്രം. അപ്പോസ്തോലിക സഭ ഈ ആധുനിക സഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ അപ്പോസ്തോലിക സാക്ഷ്യത്തിന്റെ മനോഹര പ്രതീകം ഒരംശവസ്ത്രവുമല്ല,
ഈ ലോകത്തിന്റെ ഒരു ആഡംബരവുമല്ല. ധന്യനായ പൗലൂസ് സൗഖ്യദായക ശുശ്രൂഷ നടത്തിയത് എന്നതായിരുന്നു? വിയർപ്പിന്റെ തുണി, പൗലൂസിന്റെ തൂവാല. സത്യത്തിൽ ഇത് പഴയ നിയമത്തിൽ ഞാൻ നിഴലിന് പല അർത്ഥം പറഞ്ഞതുപോലെ ഇത് വല്ലാത്ത അർത്ഥങ്ങൾ നമുക്ക് നൽകുന്ന ശക്തമായ പ്രതീകമാണ്. ഞാനതിനെ അല്പം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. വസ്തുവിനെ ഒന്നാമത്തേത് നിഴലാണെങ്കിൽ രണ്ടാമത്തേതിന് ഒരു വസ്തുവിന്റെ പ്രാതിനിധ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ വിശ്വാസ സമൂഹത്തിൽ വിശ്വാസത്തിന്റെ പ്രതീകങ്ങൾ, അതിന് വസ്തുവിന് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹായുടെ തിരുശരീരമാക്കി തീർക്കണമേ. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായ ശ്ലീബയുടെ അടയാളത്താൽ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അബ്രഹാം മാമോദീസ മുങ്ങുന്നു. സഹോദരങ്ങളെ, വെള്ളം, ധൂപം, നോക്കിക്കേ, വെള്ളം, ധൂപം, അതുപോലെ തന്നെ വസ്തുമയമായ അനേക കാര്യങ്ങൾ അനുഗ്രഹത്തിന്റെ ശ്രേഷ്ഠമായ മാധ്യമങ്ങളാകുന്നു. എന്താന്നു അർത്ഥം? ഇവിടെയാണ് അപ്പോസ്തോലിക സാക്ഷ്യത്തിന്റെ രണ്ടാം മുഖം. ആ രണ്ടാം മുഖം ഒരു സാക്രമെന്റൽ ഫേസ് ആണ്. എന്നാ അച്ഛൻ പറഞ്ഞേ? സാക്രമെന്റൽ ഫേസ്. ഒന്നോർക്കണേ, പഴയ നിയമത്തിൽ അതിശക്തരായ രണ്ട് പ്രവാചകന്മാരുണ്ട്. ഗുരുവിന്റെ പേര് ഏലിയാവ്, ശിഷ്യന്റെ പേര് ഏലീശ. എന്നാ? ഏലിയാവും. ഉറങ്ങാതിരിക്കാൻ ഞാനിങ്ങനെ ചോദിക്കുന്നതേ ഉള്ളൂ കേട്ടോ, ഒരു പണക്കവും ഉണ്ടായിട്ടില്ല. ഏലിയാവും ഒന്നോർത്ത് നോക്കിക്കേ. ഏലിയ പ്രവാചകൻ ആകപ്പാടെ അങ്ങേക്കുള്ളത് ഒരു പുതപ്പാണ്. ആ പുതപ്പും കൊണ്ട് യെരൂശലേമിൽ അദ്ദേഹം സഞ്ചരിക്കുകയാണ്. എനിക്ക് ഈ ശുശ്രൂഷയുടെ പിന്തുടർച്ചയ്ക്ക് ഒരാളെ വേണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഏലിയ പ്രവാചകൻ കാണുന്നു, അനേക കാളകളോടുകൂടെ നുകം തോളിൽ വെച്ചോണ്ട് വയലിൽ ഉഴുതുന്ന അതിശക്തനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ പേരാണ് ഏലീശ. അവനെ കണ്ടപ്പോഴേ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് ഏലീശയുടെ മേലിട്ടു. ഏലിയാവ് തന്റെ പുതപ്പെടുത്ത്, ബാക്കി പറ. നിങ്ങൾക്കറിയാവോ ഏലീശയ്ക്ക് വന്ന മാറ്റം അറിയാവോ? അവൻ ഉടൻ തന്നെ ആ കാളകളെ മുഴുവൻ നുകം വെട്ടിക്കീറി ബലിപീഠമുണ്ടാക്കി യാഗം കഴിച്ചു, കാളകളെ ബലിയർപ്പിച്ചു. എന്നിട്ട് അനുസരണമുള്ള വിധേയത്വമുള്ള ഒരു ശിഷ്യനായി ഏലിയാവിന്റെ പിന്നാലെ അനുധാവനം ചെയ്തു. ഒരു പുതപ്പിന്റെ ശക്തിയെ വിളിച്ചു വേർതിരിക്കുവാൻ ഉപയോഗിച്ച സാധനം പുതപ്പാണ്. ഏലിയാവിന്റെ കൂടെ ഏലീശ നടന്നപ്പം ഏലീശ വല്ലാതെ പരിഭ്രമിച്ചു. യോർദാന്റെ കരയിൽ ചെന്നു. യോർദാൻ കര കവിഞ്ഞൊഴുകുകയാണ്. എങ്ങനെ അപ്പറെ കടക്കും? ഉടനെ ഏലിയ പ്രവാചകൻ തന്റെ പുതപ്പെടുത്ത് യോർദാനിട്ട് അടിച്ചു. യോർദാൻ രണ്ടായി പിളർന്നു. അപ്പൊ ഏലീശ വല്ലാതെ പരിഭ്രമിച്ചു. പ്രവാചക ശിഷ്യന്മാർ ഏലിയാവിനോട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏലിയാവ് പെട്ടെന്ന് പറഞ്ഞു, എന്റെ നാഴിക എടുത്തു, ഇനി നിങ്ങൾ എന്നെ കാണത്തില്ല, ഞാൻ എടുക്കപ്പെടും. ഏലീശ കൂടെ ചേർന്ന് നടക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇതാ പെട്ടെന്ന് ഏലിയാവ് അഗ്നിരഥത്തിന്മേൽ, ബാക്കി പറ, അഗ്നിരഥത്തിന്മേൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഉടനെ എൻ്റെ യജമാനനെ എന്ന് വിളിച്ച് ഏലീശ നിലവിളിക്കുമ്പോൾ ഏലീശയ്ക്ക് ലഭിച്ചത് എന്നതാണെന്നറിയാവോ? ഏലിയാവിന്റെ പുതപ്പ്. ഒന്നുകൂടെ പറഞ്ഞേ, ഏലിയാവിന്റെ പുതപ്പ് ഏലീശയ്ക്ക് കിട്ടി. ഉടനെ ഏലീശ തന്റെ ഗുരുവായ ഏലിയാവിന്റെ വേർപാട്, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന ദുഃഖം പേറിക്കൊണ്ട് ഏലീശ കടന്നു വരുമ്പോൾ വീണ്ടും യോർദാന്റെ കരയിൽ നിൽക്കുകയാണ്. യോർദാൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഏലീശ ഏലിയാവിൽ നിന്ന് കിട്ടിയ പുതപ്പുകൊണ്ട് യോർദാന്റെ മേൽ വീണ്ടും അടിച്ചു. യോർദാൻ
പറമാക്കി. നിങ്ങൾക്കറിയാവോ, ഈ പുതപ്പ്, ഈ തൂവാല അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ, പൗരോഹിത്യ പിന്തുടർച്ചയുടെ മനോഹര പ്രതീകമാണ്. അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ, പൗരോഹിത്യ പിന്തുടർച്ചയുടെ മനോഹര പ്രതീകം. ഞാൻ ഇപ്പൊ പറഞ്ഞ വേദഭാഗമാണ് പട്ടംകുട ശുശ്രൂഷയിൽ വായിക്കുന്നത്. ഒരു വൈദികന്റെ സംസ്കാര ശുശ്രൂഷയിലും ഓർക്കപ്പെടുന്ന പഴയ നിയമഭാഗം ഏലീശയുടെ പുതപ്പാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പിന്തുടർച്ച പഴയ നിയമത്തിലെ ദൈവാനുഗ്രഹത്തിന്റെ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവിക കരുണയുടെയും പ്രവാചകത്വത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും മനോഹര അടയാളമാണ് ഈ റൂമാൽ, ഈ പുതപ്പ്. ഇനിയും നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കേ, ഇതിന് മറ്റൊരർത്ഥമുണ്ട്. ആ അർത്ഥമാണ് ഗ്രീക്ക് ഭാഷയിൽ സുഡാരിക്കോൺ എന്ന പദം സൂചിപ്പിക്കുന്നത്. ആ അർത്ഥമാണ് ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന അർത്ഥം. അതെന്താണെന്നറിയാവോ? 12 അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിനോടുകൂടെ ഒരുമിച്ച് ജീവിക്കുന്നു. കർത്താവ് ചില സന്ദർഭങ്ങളിലൊക്കെ വേർപെട്ടു പോകുന്ന സന്ദർഭം ഈ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടുമ്പം അവരുടെ ഇടയിൽ സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ചും കർത്താവ് നിർവഹിച്ച രോഗശാന്തി ശുശ്രൂഷകളെക്കുറിച്ചും ഒക്കെയാണ് അവരെ കർത്താവ് ഇല്ലാത്തപ്പോൾ പറയേണ്ടത്. അതല്ലേ നല്ലതും. ഇപ്പം നമ്മൾ ഒരു ഇടവകയിലെ ശുശ്രൂഷയിലൊക്കെ ആണെങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ ഒരുമിച്ച് കൂടുമ്പം ഇന്ന് ഞായറാഴ്ച നമ്മുടെ അച്ഛൻ്റെ പ്രസംഗം, ബാക്കി ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ നമ്മൾ ഓരോ വിഷയങ്ങളെക്കുറിച്ച് പറയണം. ഇപ്പോഴത്തെ ഈ പിള്ളേർ പറയുന്ന പല വാക്കുകളും, ഇപ്പം നമ്മുടെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ 2005 8 ജനിച്ചവരാണ്. അവരെ ജെൻസി എന്നല്ല, ജെൻ ആൽഫ എന്നാണ് പറയുന്നത്. അവന്മാർ പറയുന്ന വാക്കുകളൊന്നും അവരുടെ ഭാഷ പോലും ഈ 82 വയസ്സായിട്ട് 24 വർഷം ഒരേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് മനസ്സിലാകുന്നില്ല. അവരവിടെ ഇരുന്ന് പറയുന്നുണ്ടോ, ഇങ്ങേർക്ക് ഓറ കുറവാ. എന്നാ കുറവാ? എന്നാ കുറവാ? ഓറ കുറവാ. ഇപ്പോഴത്തെ ഒരു വാക്കാ കേട്ടോ, ഓറ, നെഗറ്റീവ് ഓറ. ആള് സമർത്ഥനാണെങ്കിൽ പറയും പോസിറ്റീവ് ഓറയാണ് കേട്ടോ. എന്നാ ഓറയാണ്? പോസിറ്റീവ് ഓറ. ഈയിടെ സഭാപ്രസംഗിയെ ഒരു സിനിമാ സംവിധായകൻ മോഷ്ടിച്ചതറിഞ്ഞു. സഭാപ്രസംഗി പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വളരെ വൈറലായിരിക്കുന്ന ഒരു സിനിമ. എന്നാ തലക്കെട്ടെന്ന് കേട്ടോ? സർവം മായ. എന്നെ സർവം മായ. അതിനകത്തെ വളരെ മനോഹരമായ ചില രംഗങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. വളരെയധികം അതിൻ്റെ റിവ്യൂ നോക്കി. ഒരു ജീവിത പ്രശ്നത്തിനും ഒരു സുലൂലോയും ഇല്ല. ആകപ്പാട് ജീവിതം ഡെലുലു ആണ് എന്ന് പറഞ്ഞാൽ എന്നെന്നറിയാവോ? ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സൊല്യൂഷൻ ഇല്ലാത്ത ജീവിതം, ജീവിതത്തിന്റെ ഡെലിമ, ജീവിതത്തിന്റെ സംഘർഷങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഭാഷയിൽ കുഞ്ഞുങ്ങൾ സംവേദിക്കുമ്പം നമുക്ക് തിരിയുന്നേ ഇല്ല. അവരുടെ ഭാഷ മനസ്സിലാകുന്നില്ല. അവർ ഗോട്ടെന്ന് പറയും. ഗോട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് ആടെന്ന. പക്ഷേ നല്ലൊരു പ്രസംഗം കേട്ടാൽ പറയും ഗോട്ട് സൂപ്പറാണ്, ഗ്രേറ്റ് ഇൻ അറ്റ് ഓൾ ടൈംസ്. അതിനാണ് ഗോട്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഭാഷ പോലും മനസ്സിലാകാതെയാണ് നമ്മളവരെ പഠിപ്പിക്കുന്നതും നമ്മളവരോട് ഇടപെടുന്നതും. അതുകൊണ്ടാണ് 8ാം ക്ലാസ് കഴിയുമ്പം അവരെല്ലാം മതിയാക്കി പോകുന്നത്. അറിഞ്ഞു പഠിപ്പിക്കണം എന്നത് സത്യത്തിൽ പഠനത്തിൻ്റെ അടിസ്ഥാനമാണ്. പോകട്ടെ, 12 അപ്പോസ്തലന്മാർ അവർ യേശുക്രിസ്തുവിൻ്റെ അഭാവത്തിൽ അവർ ചിന്തിച്ചത് കർത്താവിൻ്റെ പ്രസംഗത്തെക്കുറിച്ചോ ഉപദേശത്തെക്കുറിച്ചോ പ്രവർത്തനത്തെക്കുറിച്ചോ മാത്രമല്ല. അവരുടെ ഇടയിലെ പ്രധാന പ്രശ്നം നമ്മളിൽ ആരാണ് ശരിക്ക് പറയുന്നേ, നമ്മളിൽ ആരാണ് വലിയവൻ? എൻ്റെ ദൈവമേ, നിങ്ങൾ ഓർക്കും ഇപ്പോഴാണ് പള്ളികളിലും സഭയിലും ഒക്കെ പ്രശ്നമൊന്ന്. ഇത് 12 അപ്പോസ്തലന്മാർ 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ താമസിച്ച് അന്നേരം മുതൽ തുടങ്ങിയതാണ്. എന്നത് നമ്മളിൽ ആരാണ് വലിയവൻ? ഈ ഭിന്നത രൂക്ഷമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഇടർച്ച സ്വാഭാവികം, ഇടർച്ച ഉണ്ടാക്കുന്നവൻ അയ്യോ കഷ്ടം. അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ. വ്യത്യസ്ത അഭിപ്രായം നല്ലതാണ്. വ്യത്യസ്ത അഭിപ്രായം
ആരോഗ്യമുള്ള സംവാദന ശേഷിയുള്ള ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ സ്വഭാവമാണ്. എന്നാൽ വ്യത്യസ്ത അഭിപ്രായം ഭിന്നതയിലേക്ക് നയിക്കരുത്. ഭിന്നതയിലേക്ക് നയിച്ചാൽ അത് സമൂഹത്തിന് യാതൊരുപരമായ ആരോഗ്യപരമായ ക്രമീകരണവും നൽകത്തില്ല. നമ്മുടെ എല്ലാ ആത്മീക പ്രസ്ഥാനങ്ങളും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം, ഞാൻ ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് 100% ആത്മാർത്ഥത, എന്നാൽ എൻ്റെ ചുമതല വിട്ട് കഴിയുമ്പോൾ എൻ്റെ ചിന്തയാണ് എന്നാണെന്നോ, ഇനിയൊന്ന് കാണാം, ഉടനെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. പ്രധാന പ്രശ്നം ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഈ ഭിന്നത തീർക്കാൻ വേണ്ടി യേശു ക്രിസ്തു ചെയ്തത് എന്താണെന്നറിയാവോ? അരയിൽ ബാക്കി പറ, അരയിൽ തൂവാല കെട്ടി. എന്നിട്ട് ഇളയവൻ യോഹന്നാൻ മുതൽ ഒന്നാമത്തവൻ പത്രോസ് വരെ 12 പേരുടെയും മുൻപാകെ നസ്രായക്കാരൻ ശിരസ് നമിച്ചു, അവരുടെ കാല് കഴുകി തൂവാല കൊണ്ട് തുടച്ചു, എന്നിട്ട് അവരുടെ കാല് ചുംബിച്ചു, എന്നിട്ട് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് വന്നത്. സഹോദരങ്ങളെ, അപ്പോസ്തോലിക സാക്ഷ്യം അധികാരമല്ല, അപ്പോസ്തോലിക സാക്ഷ്യം സിംഹാസനമല്ല, അപ്പോസ്തോലിക സാക്ഷ്യം അധികാര പ്രസ്താവനവുമല്ല. അപ്പോസ്തോലിക സാക്ഷ്യം ശുശ്രൂഷയാണ്. അപ്പോസ്തോലിക സാക്ഷ്യം ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക സഭയിൽ അത്ഭുതം പ്രവർത്തിച്ചത്. പൗലോസ്ലീഹായുടെ ബാക്കി പറഞ്ഞേ, പൗലോസ്ലീഹായുടെ ആ റൂമാലെന്നൊന്നും പറയണ്ട, നീ തൂവാല, അതാ ഇച്ചിരൂടെ നല്ലത്. പൗലോസ്ലീഹായുടെ സത്യത്തിൽ ഞങ്ങളുടെ അംശവസ്ത്രത്തിലും ഇതുണ്ട് കേട്ടോ. അരക്കെട്ടിനോട് ചേർന്ന് കാപ്പ തയ്ക്കുന്നയാൾക്ക് സന്മനസ്സുണ്ടെങ്കിൽ ഒരു തൂവാല തരും, അത് ഞങ്ങളെ ചേർത്ത് വെക്കും. ഇത് അപ്പോസ്തോലിക സാക്ഷ്യത്തിൻ്റെ മനോഹര ദൃശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ശുശ്രൂഷയുടെ അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുന്ന ശുശ്രൂഷയുടെ പ്രതീകം. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയട്ടെ. അതാണ് മലങ്കര സഭയ്ക്ക് വല്ലാതെ അഭിമാനത്തോടെ പറയേണ്ട അപ്പോസ്തോലിക സാക്ഷ്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ എന്നെ നോക്കിയ പൗലൂസിന്റെ നിഴലും, ചുമ്മാ പറ, തല കുലുക്കാതെ, പൗലൂസിന്റെ നിഴലല്ല, പൗലൂസിന്റെ തൂവാലയും പത്രോസിന്റെ നിഴലും. ഞാൻ പറഞ്ഞ ക്രമത്തിന് പറഞ്ഞേ, പത്രോസിന്റെ നിഴലും പൗലൂസിന്റെ തൂവാലയും. മൂന്നാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-28 വാക്യങ്ങൾ. യേശു തോമസിനോട്, തോമസേ, നിന്റെ വിരൽ നീട്ടി എൻ്റെ കൈകളെ കാണുക. നിന്റെ വിരൽ നീട്ടി, ബാക്കി പറ, എൻ്റെ കൈകളെ കാണുക. ഒന്നോട് നോക്കിക്കേ, നിന്റെ വിരൽ നീട്ടി എൻ്റെ കൈകളെ കാണുക. 3.5 വർഷക്കാലം നമ്മുടെ തോമാശ്ലീഹ നസ്രായക്കാരൻ യേശുവിനെ ശരിക്ക് കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു, പ്രബോധന ശുശ്രൂഷയിൽ പങ്കാളിയായി, വിവിധ പ്രവർത്തനങ്ങളിൽ സാക്ഷിയായി. എല്ലാറ്റിലുമുപരി യേശു ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുത പ്രവർത്തനങ്ങൾക്കും തോമാശ്ലീഹ സാക്ഷിയാണ്. യോർദാന്റെ മറുകരയിൽ യഹൂദ്യയിലെ പ്രതിസന്ധികൾ ഭയപ്പെട്ട തോമാശ്ലീഹയും സഹശിഷ്യന്മാരും യേശുവിനോടുകൂടെ ഇരിക്കുമ്പോഴാണ് ലാസറിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം തന്നെ ശിഷ്യന്മാർ പറഞ്ഞു, ലാസർ മരിച്ചാൽ ഇങ്ങേര് വീണ്ടും എങ്ങോട്ട് പോകും? യഹൂദ്യയിലേക്ക് പോകും. യഹൂദ്യയിൽ ചെന്നാൽ ഇന്നത്തെ പിള്ളേർ പറയുന്ന പോലെ കിടുവല്ല എന്ന് പറഞ്ഞാൽ ഒരു സുഖവും ഇല്ല, ആകപ്പാടെ പ്രശ്നവും പ്രതിസന്ധിയും മാത്രമേ ഉള്ളൂ. എവിടെ ചെന്നാൽ യഹൂദ്യയിൽ ചെന്നാൽ എല്ലാവർക്കും പോകാൻ ഒരു മടി. ബഥാന്യ, യേശു സ്നേഹിച്ച ഭവനത്തിൽ സത്യമായും ലാസർ മരിച്ചു എന്നറിഞ്ഞാൽ യേശു ക്രിസ്തു പോകും. ഈ സമയത്താണ് സഹശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് തോമാശ്ലീഹ പറഞ്ഞത്, അവനോടുകൂടെ ഓർക്കുന്നുണ്ടോ? അവനോടുകൂടെ യോഹന്നാൻ 16:11 അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം.
അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞ തോമാസ് ലീഹയാണ്. ആ തോമാസ് ലീഹ പുനരുത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരില്ലായിരുന്നു? തോമാസ് ലീഹ ഇല്ലായിരുന്നു. സഹശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ നമുക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമാസ് ലീഹ പറഞ്ഞത് എനിക്ക് കാണണം. എന്നാ പറഞ്ഞേ? എനിക്ക് കാണണം. ആ കൂട്ടത്തിൽ പറഞ്ഞു, എനിക്ക് അവൻ്റെ വിലാപ്പുറത്തെ കൈവച്ച് നോക്കണം, അവൻ്റെ ആണിപ്പാടിൽ തൊട്ടു നോക്കണം. എൻ്റെ ദൈവമേ, ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങേരെ അനുഭവിച്ച ദുരിതം എന്ത് ഭയങ്കര. ഞാൻ ചിലപ്പോഴെല്ലാം ഓർക്കും, ഇപ്പോഴത്തെ പിള്ളേർ സ്മാർട്ട് ഫോണിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തേ തോമാസ് ലീഹയെ കുറിച്ച്. അങ്ങേർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണമാണ് ഡൗട്ടിങ് തോമസ്. എന്നാ തോമസാ? ഡൗട്ടിങ് തോമസ്. അത് ചാറ്റ് GPT-യിലും ഏത് AI ചാറ്റ് ബോട്ടിലും അന്വേഷിച്ചാലും തോമാസ് ലീഹ ഡൗട്ടിങ് തോമയാണ്. സത്യത്തിൽ എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാവോ? അവിടെയാണ് ഈ തോമാസ് ലീഹയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്ന് പലരുടെയും കനായി തോമ വന്നതുകൊണ്ടാണ് കേരളത്തിൽ ക്രിസ്ത്യാനി ഉണ്ടായത്. തോമാസ് ലീഹ ഭാരതത്തിൽ വന്നിട്ടില്ല. എന്തെല്ലാം പണ്ഡിത അഭിപ്രായങ്ങളാണ്. അതിന് ചെവി കൊടുക്കാനും 4 വർഷം സെമിനാരി പഠിച്ചാലും 5-ാമത്തെ വർഷം അരമനെ മുഴുവൻ സമയവും നിന്നാലും കേൾക്കാത്ത കാര്യങ്ങൾ പാസ്റ്ററും വെല്ലുമച്ചിയും പറഞ്ഞാൽ കാതു കൂർത്ത് കേട്ടിരിക്കാനാണ് നമുക്ക് താല്പര്യം. കാരണം നമ്മെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും എന്താണ് നമ്മുടെ പാരമ്പര്യം, എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാകുന്നില്ല. തോമസ് ലീഹയുടെ ഭാരത പ്രവേശനത്തെക്കുറിച്ച് ഏറ്റവും കാതലായ തെളിവ് ഒരു പുസ്തകമുണ്ട്, ഫ്രക്സിസോ ദ മോർത്തോമോസ് ലീഗോ ദ ആക്ട്സ് ഓഫ് സെന്റ് തോമസ്. നമ്മളാകെ അറിയുന്ന ആക്ട്സ് എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തികളാണ്. അതുപോലെ തന്നെ ഒരു പുസ്തകമാണ് ആക്ട്സ് ഓഫ് സെന്റ് തോമസ്, തോമസ് ലീഹയുടെ നടപടിക്രമങ്ങൾ. ഈ പുസ്തകം ഏകദേശം 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സുറിയാനി ഭാഷയിൽ എഴുതിയതാണ്. ഈ പുസ്തകത്തിലാണ് ഈ ഹബ്ബാൻ എന്ന കച്ചവടക്കാരനെ തോമസ് ലീഹയെ വിറ്റുവെന്നും അങ്ങനെ തോമസ് ലീഹ ഭാരതത്തിൽ വന്നുവെന്നും ഇവിടെ വന്നപ്പോൾ ഗോണ്ടഫോറസ് രാജാവ് ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹം തോമസ് ലീഹയെ സ്വീകരിച്ചുവെന്നും അദ്ദേഹത്തിന് വേണ്ടി കൊട്ടാരം പണിയാൻ പണം സ്വീകരിച്ചുവെന്നും എന്നാൽ ആ പണം തോമസ് ലീഹ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തുവെന്നും തോമസ് ലീഹയെ ഇംപ്രിസന്റെ അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ അടച്ചുവെന്നും എല്ലാം വിശദീകരണം ഈ ആക്ട്സ് ഓഫ് സെന്റ് തോമസിലാണ്. ഇതൊരു ഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ആധികാരികതയില്ലാത്ത ഒരു ഭാവന പുസ്തകമായിട്ടാണ് ഈ അടുത്ത കാലത്ത് വരെ ചിന്തിച്ചിരുന്നത്. ഗോണ്ടഫോറസ് രാജാവിൻ്റെ സഹോദരൻ ഗാദ് മരിക്കുന്നു. ഗാദ് സ്വർഗത്തിൽ ചെല്ലുന്നു. സ്വർഗത്തിൽ ചെന്നപ്പം ഗോണ്ടഫോറസിന് വേണ്ടി സ്വർണം കൊണ്ടുള്ള ഭവനം കാണുന്നു. അദ്ദേഹം വേഗം തിരിച്ചു വരുന്നു. അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നു. തോമസ് ലീഹയെ ഗോണ്ടഫോറസ് രാജാവെ വിമോചിപ്പിക്കുന്നു. അങ്ങനെ ക്രൈസ്തവ പാരമ്പര്യം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും സമാരംഭിച്ചതായിട്ടും AD 72 അത് ആക്ട്സ് ഓഫ് അപ്പോസിൽ ഈ സെന്റ് തോമസിലില്ല. തോമസ് ലീഹ മരിച്ചു. അദ്ദേഹം മൈലാപ്പൂരിൽ രക്തസാക്ഷിയായി കബറിടം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, 960കളിൽ നോർത്ത് ഇന്ത്യയിൽ നടന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, ആ എക്സ്കവേഷൻസിൽ ഈ ഗോണ്ടഫോറസ് രാജാവിൻ്റെ നാണയങ്ങൾ 100-ൽ-അധികം നാണയങ്ങൾ കണ്ടെടുത്തു. സത്യത്തിൽ 12 അപ്പോസ്തലന്മാരിൽ ആരുടെയെങ്കിലും സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് ചരിത്രപരമായ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടെങ്കിൽ അത് സത്യത്തിൽ തോമസ് ലീഹയുടെ ഭാരത പ്രവേശനത്തെക്കുറിച്ചാണ്. ഓരോ അപ്പോസ്തലന്റെയും കബറിടത്തെക്കുറിച്ച് പഠിച്ചാൽ പല കബറിടങ്ങൾ ഒരു അപ്പോസ്തലന് തന്നെ പാശ്ചാത്യ നാടുകളിൽ ഉണ്ട്. പത്രോസ് ലീഹയുടെ കബറിടം, അതുപോലെ തന്നെ മർക്കോസ് അപ്പോസ്തലന്റെ കബറിടം, വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുണ്ട്. എന്നാൽ ലോകത്തിൽ എവിടെയെങ്കിലും തോമസ് ലീഹയുടെ കബറിടം ഉണ്ടെങ്കിൽ അത് എവിടെ ഉള്ളൂ? മൈലാപ്പൂരിലേ ഉള്ളൂ. ഞാൻ ഇത് വിശദീകരിച്ചാൽ സമയം പോകും, എൻ്റെ വിഷയത്തിലേക്ക് വരത്തില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
ഈ ആക്ട്സ് ഓഫ് അപ്പോസിൽസിൽ പറയുന്ന ഒരു മനോഹര വിവരണമുണ്ട്. യേശു ക്രിസ്തുവും തോമസ് ശ്ലീഹായും ഇവരെ രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. സെന്റ് തോമസ് വാസ് ദ റിയൽ റിപ്ലിക്ക ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാരുടെ ഇടയിൽ തോമസ് ശ്ലീഹായ്ക്ക് ഒരു പേരുണ്ടായിരുന്നു, ദിദിമോസ്. എന്ന പേര് നമ്മൾ കേട്ടിരിക്കുന്നത് തോമസ് ശ്ലീഹയുടെ 2 പേരിൽ ചേർന്നിരുന്നത് കൊണ്ട് ഇരട്ടെന്ന് വിളിച്ചെന്ന. കാരണം അത് ദുഖറോനതുമോർ തോമസ് ശ്ലീഹയുടെ ദുഖറോന പെരുന്നാളിലെ സന്ധ്യയുടെ സെതറായിൽ ആ ഒരു സൂചനയുണ്ട്. അതൊരു വെസ്റ്റേൺ പാരമ്പര്യമാണ് തോമസ് ശ്ലീഹയെ കുറിച്ചുള്ള. എന്നാൽ പൗരസ്ത്യ പാരമ്പര്യം തോമസ് ശ്ലീഹയെയും യേശു ക്രിസ്തുവിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. ബയോളജിക്കൽ ട്വിൻ ബ്രദേഴ്സ് അല്ല, എന്നാൽ അവർ രണ്ടിനെയും കണ്ടാൽ വലിയ സാമ്യം. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇനി പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോണം. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ മാത്രം 1-ാം പ്രാവശ്യം യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ വളരെ വ്യക്തമായി യോഹന്നാൻ പറഞ്ഞു, അവിടെ 1-ാം പ്രാവശ്യം തോമസ് ഇല്ലായിരുന്നു. ഇതിനെക്കുറിച്ച് സെറൂഗിലെ മാർ യാക്കോബ് പറഞ്ഞത്, തോമസ് ശ്ലീഹായുടെ അഭാവം യോഹന്നാൻ പ്രതിപാദിച്ചതിനൊരു കാരണമുണ്ട്. എന്നാ കാരണമെന്നറിയാവോ? അതാണ് ഈ മലങ്കര സഭ. മലങ്കരയിൽ നീ ഇപ്പോൾ പറയാൻ മേല. മലങ്കര എന്ന് പറഞ്ഞാൽ വേറെ വല്ലയിടത്തോട്ടും ഇപ്പോൾ പോകുന്നേ. വന്ന് സർവം നഷ്ടപ്പെട്ടു. ഏതും നഷ്ടപ്പെട്ടു, മലങ്കര എന്ന പേര് നഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ മലങ്കര സഭയുടെ മക്കളാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, എന്നാ ഞാൻ പറഞ്ഞേ, മലങ്കര. ഈ മലങ്കര സഭ ഓർക്കേണ്ട നല്ലൊരു വാക്ക്, ദ ആബ്സെൻസ് ഓഫ് സെന്റ് തോമസ് കോൺഷ്യസ്ലി ഡെപിക്റ്റഡ് ബൈ സെന്റ് ജോൺ ദ ഗോസ്പൽ റൈറ്റർ. ഈ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വളരെ ബോധപൂർവമാണ് 1-ാം പ്രാവശ്യം തോമസ് ശ്ലീഹ ഇല്ലായിരുന്നു എന്ന്, അല്ലെങ്കിൽ തോമസ് ശ്ലീഹയുടെ അഭാവം എടുത്തു പറഞ്ഞത്. മർക്കോസും ലൂക്കോസ് എവൻഗേലിയോസ്തായും മത്തായി ശ്ലീഹായും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലന്റെ കാലഘട്ടത്തിൽ എഫേസോസിൽ നിങ്ങൾക്കറിയാമല്ലോ, 12 അപ്പോസ്തലന്മാരിൽ സാക്ഷിമരണം പ്രാപിക്കാതെ ദീർഘകാലം ജീവിച്ചിരുന്ന മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ, കന്യകമറിയാമിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ വരെ നടത്തിയ എഫേസോസിലെ മഹാപുരോഹിതൻ കൂടിയായിരുന്നു ആരെ യോഹന്നാൻ അപ്പോസ്തലൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന ഒരു വലിയ കാഴ്ചപ്പാട് ഈ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അത് സത്യത്തിൽ ഒരു തോന്നല് മാത്രമായിരുന്നു എന്ന് യവനന്മാർ പഠിപ്പിച്ചു. എന്നത് മാത്രമായിരുന്നെന്ന് തോന്നല് മാത്രം. The resurrection of Christ was a mere illusion. ഈ വേദവിപരീതത്തെ ശക്തമായി ഖണ്ഡിക്കാനാണ് ധന്യനായ യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം പ്രാവശ്യം തോമസ് ശ്ലീഹായി കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പം തോമസ് ശ്ലീഹ ഇല്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയത്. എന്താ കാരണം? തോമസ് ശ്ലീഹ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തോന്നൽവാദം വർദ്ധിക്കുകയുള്ളൂ. വർദ്ധിക്കുന്നതിൻ്റെ കാര്യം എന്നാന്നോ, തോമസ് ശ്ലീഹായെയും യേശു ക്രിസ്തുവിനെയും കണ്ടാൽ പറവാക്കിയ ഇപ്പം ചിലർക്ക് മനസ്സിലാകാൻ തുടങ്ങി. കണ്ടാൽ അപ്പം ഈ 12 അപ്പോസ്തലന്മാർ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് എന്നാന്നോ, അതാ തോമസിനെ കണ്ടിട്ട് പറവാക്കി, അതാ തോമസിനെ കണ്ടിട്ട്. ചിലരൊക്കെ പറയും ഈ തോമസ് ശ്ലീഹയുടെ അഭാവത്തെക്കുറിച്ച് ഇന്നത്തെ ഏതെങ്കിലും ഒരു സെർച്ച് മെഷീനിൽ അന്വേഷിച്ചാൽ പറയും 2 കാര്യങ്ങൾ അവർ പറയുന്നത്. ഒന്നാമത്, തോമസ് ശ്ലീഹ മുഴുവനായി യേശുവിനെ ഉപേക്ഷിച്ചു, അബാൻഡൻഡ് ഹോൾലി. യേശുവിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം കൂടെ ഇല്ലായിരുന്നെന്ന് പറയും. രണ്ടാമത് പറയുന്ന ഒരു വാക്ക് എന്നാന്നോ, തോമസ് ശ്ലീഹ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. മറ്റ് 11 പേരും മുറിക്കകത്തിരുന്നപ്പോൾ തോമസ് ശ്ലീഹ പുറത്തൂടെ ധൈര്യത്തോടെ നടന്നു. ഇത് രണ്ടും സ്പെക്കുലേഷനാണ്. ഇതിന് രണ്ടിനും യാതൊരു അർത്ഥതലമുള്ളതല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 2-ാം പ്രാവശ്യം 8-ാം ദിവസം വീണ്ടും മുറിക്കകത്ത് തോമസ് ശ്ലീഹ വരികയില്ല. എന്നാൽ വന്നതിൻ്റെ കാര്യം എന്നാന്നോ, 1-ാം പ്രാവശ്യം വളരെ വ്യക്തമായി യോഹന്നാൻ പറഞ്ഞു, തോമസ് ആ കൂടെ ഇല്ലായിരുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനം
തോന്നലല്ല, മറിച്ച് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് രണ്ടാമത്തെ വിവരണം. രണ്ടാമത്തെ വിവരണം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ രണ്ടു പേര് തമ്മിൽ കാതലായ ഒരു വ്യത്യാസം വേണം. അതാണ് 27-28 വാക്യങ്ങൾ. തോമസേ, നിന്റെ വിരല് നീട്ടി എൻ്റെ കൈകളെ കാണുക. നിന്റെ വിരല് നീട്ടി എൻ്റെ കൈകളെ കാണുക. അവിശ്വാസിയാകാതെ, ബാക്കി പറ, അവിശ്വാസിയാകാതെ. പിതാക്കന്മാർ സെറൂഗിലെ യാക്കോബ് പറഞ്ഞത് ആ അവിശ്വാസി എന്ന് പറയുന്നത് തോമസിനെ കുറിച്ച് മാത്രമല്ല, ഉയർപ്പിനെ വിശ്വസിക്കാൻ നീ എല്ലാവരോടും പറഞ്ഞു. അവിശ്വാസിയാകാതെ. ഞാനൊന്ന് ചോദിക്കട്ടെ, തോമസ് ലീഹ യേശു ക്രിസ്തുവിനെയും കണ്ട ഒരുപോലെ ഇരിക്കും. എന്നതിലും വ്യത്യാസമുണ്ടോ? എന്നതിലും വ്യത്യാസമുണ്ടോ? ദേ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ. മുറിവുള്ളവൻ നസ്രായക്കാരൻ, മുറിവില്ലാത്തവൻ അതാണ് തോമസ് ലീഹ. അതുകൊണ്ടാണ് മുറിവിനെ തൊടണം എന്ന് പറഞ്ഞത്. നസ്രായക്കാരൻ യേശുവും തോമസ് ലീഹയും ഇരട്ടയാണ്, ബയോളജിക്കൽ ട്വിൻസ് അല്ല. കണ്ടാൽ ഒരുപോലെ ഇരിക്കും. എന്നാൽ നസ്രായക്കാരന്റെ കയ്യിൽ ആണിപ്പഴുതുണ്ട്, അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ മുറിവുണ്ട്. തോമസ് ലീഹായ്ക്ക് മുറിവില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞത്, തോമസ് ലീഹ നസ്രായക്കാരന്റെ മുറിവിനെ തൊട്ടു. ഇന്ന് എന്ന് വെച്ചാൽ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടപ്പം തോമസ് ലീഹായ്ക്ക് മുറിവില്ല. എന്നാൽ ആ മുറിവിനെ തൊട്ടത് കൊണ്ടാണ് മുറിവേൽക്കുവാൻ തോമസ് ലീഹ സന്നദ്ധനായത്. മുറിവിനെ തൊട്ടത് കൊണ്ടാണ്, ബാക്കി പറ, മുറിവേൽക്കുവാൻ സന്നദ്ധനായത്. ഞാൻ ഇതുവരെ മൂന്നാമത്തെ സാക്ഷി എന്നാന്ന് പറഞ്ഞു. ഒന്നാമത്തേത് പത്രോസിന്റെ നിഴൽ, രണ്ടാമത്തേത് പറ വ്യക്തമായിട്ട് പൗലൂസിന്റെ, മൂന്നാമത്തെ നിങ്ങളങ്ങ് പറ, തോമസ് ലീഹായുടെ വിരൽ. പറ, തോമസ് ലീഹായുടെ വിരൽ. സഹോദരങ്ങളെ, അതാണ് പുനരുത്ഥാനത്തിന്റെ മഹനീയ സാക്ഷ്യം. ചിലരൊക്കെ പറയും, തോമസ് ലീഹ യേശുവിനെ കണ്ടപ്പം നമ്മൾ പാമ്പിനെ കാണുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന പോലെ വിളിച്ചു പറഞ്ഞാന്നേ. എന്തൊരു മണ്ടത്തരമാണ്! പെട്ടെന്നുള്ള ഒരു ഭയം കൊണ്ട് വിളിച്ചു പറഞ്ഞാന്നേ. അങ്ങനെയല്ല. എബ്രായ ചരിത്രത്തിൽ, ന്യായപ്രമാണ പുസ്തകത്തിൽ സർവശക്തനായ ദൈവത്തിന് ഉപയോഗിച്ച വാക്ക് കുറിയോസ്, അഡോണായി എന്ന പദം. അതേ പദമാണ് മുറിവിനെ തൊട്ട തോമസ് ലീഹ വിളിച്ചു പറഞ്ഞത്, എൻ്റെ കർത്താവും, പറവാക്കി, എൻ്റെ ദൈവവും. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. അതാണ് അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വാക്ക്. യഥാർത്ഥത്തിൽ നസ്രായക്കാരൻ യേശു എൻ്റെ കർത്താവാണ്, നസ്രായക്കാരൻ യേശു എൻ്റെ ദൈവമാണ്. നിങ്ങൾക്കറിയാവോ, ഈ 4 സുവിശേഷവും സുറിയാനി പാരമ്പര്യത്തിൽ വിശുദ്ധ ആരാധനയിൽ വായിക്കുന്ന സന്ദർഭം അതിൻ്റെ ഗൗരവമായ മുഖവരയിൽ വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മശിഹായുടെ മനുഷ്യാവതാര കാലഘട്ടത്തിൽ ഇവ ഇപ്രകാരം നസ്രായക്കാരൻ യേശു കർത്താവാണ്, ദൈവമാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന് സാക്ഷിച്ച അപ്പോസ്തോലിക സാക്ഷ്യം തോമസ് ലീഹയുടെ പേരിലാണ്. നിങ്ങൾക്കറിയാവോ, ഇന്നും നമ്മുടെ ഈ പൗരസ്ത്യ പാരമ്പര്യത്തിൽ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ പാരമ്പര്യം ലത്തീനാണ്, പടിഞ്ഞാറിൻ്റെ കിഴക്ക് ബൈസാന്റിയൻ പാരമ്പര്യം, ഗ്രീക്ക് പാരമ്പര്യമാണ്. കിഴക്കിൻ്റെയും കിഴക്ക് അതാണ് ഓറിയൻ്റൽ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ ഇന്നും ധൂപപ്രാർത്ഥനകൾ അവസാനിക്കുന്നത്. സത്യത്തിൽ പ്രമിയോൻ സെതറായക്കായാലും പുരോഹിതൻ വായിക്കേണ്ടത് എത്രയാണ്? ധൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ആ പുരോഹിതൻ ഇന്നും അപ്പോസ്തോലിക പിന്തുടർച്ചയുടെ, പൗരോഹിത്യ പിന്തുടർച്ചയുടെ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഓരോ യത്രോകളും അവസാനിപ്പിക്കുന്നത്. എങ്ങനെയാണെന്നറിയാവോ? മോറാൻ വാലോഹാൻ ല ഒൽമീൻ. എൻ്റെ കൂടെ പറ, മോറാൻ വാലോഹാൻ ല ഒൽമീൻ. പ്രാർത്ഥിച്ച് തീരുമ്പോൾ പറയുന്നത്, ഞങ്ങളുടെ കർത്താവും
ഞങ്ങളുടെ ദൈവവും എന്നും എന്നേക്കും. അതാ തോമസ് ശ്ലീഹ വിളിച്ചു പറഞ്ഞ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. സഹോദരങ്ങളെ, തോമസ് ശ്ലീഹയെക്കുറിച്ച്, തോമസ് ശ്ലീഹയുടെ വിരലിനെ കുറിച്ച് അച്ഛൻ 3 കുഞ്ഞു വാക്കുകൾ പറയുകയാണ്. അവൻ തൊട്ടറിഞ്ഞു, അറിഞ്ഞത് പറഞ്ഞു, പറഞ്ഞതിൽ ഉറച്ചു നിന്നു. എൻ്റെ കൂടെ പറ. തൊട്ടറിഞ്ഞു, അറിഞ്ഞത് പറഞ്ഞു, പറഞ്ഞതിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് AD 72 ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷിയായി രക്തസാക്ഷി മരണം പ്രാപിച്ചത്. ഇന്നും സഭയുടെ ജീവൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തമായ പ്രചോദനം അപ്പോസ്തോലിക സാക്ഷ്യങ്ങളാണ്. മനോഹരമായ 3 അപ്പോസ്തോലിക സാക്ഷ്യങ്ങൾ: പത്രോസിൻ്റെ നിഴൽ, പൗലൂസിൻ്റെ തൂവാല, തോമസ് ശ്ലീഹയുടെ വിരൽ. നമുക്ക് അവസാനിപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ല മരീച്ചോർ പുണ്യപ്പേട്ട് കർത്താവെ, അവിടുന്ന് അപ്പോസ്തോലന്മാർക്ക് നൽകിയതും അപ്പോസ്തോലന്മാർ പുരോഹിതന്മാർക്കും പുരോഹിതന്മാർ ബലഹീനരായ ഞങ്ങൾക്ക് നൽകിയ അപ്പോസ്തോലിക വിശ്വാസത്തിൽ ജീവിക്കുവാനും നിലകൊള്ളുവാനും നല്ല സാക്ഷികളായി പരിണമിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവാദിദൈവവും കർത്താവും തന്നെ വിളിക്കുന്നവർക്ക് ഉത്തരമരുളുന്നവനുമായുള്ളോനെ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വന്തം വ്യക്തി ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകി അനേകർക്ക് സൗഖ്യദായകമായി തീർന്ന അവിടുത്തെ ശിഷ്യനും ഞങ്ങളുടെ പിതാവുമായ പത്രോസ് ശ്ലീഹായുടെ നിഴലും, കർത്താവെ, നിനക്ക് വേണ്ടി ലോകമെമ്പാടും നിന്റെ സാക്ഷിയായി തീർന്ന, വിയർപ്പോടും അധ്വാനത്തോടും കൂടി ഉപജീവനം കഴിച്ച് നിന്റെ സുവിശേഷം പ്രചരിപ്പിച്ച പൗലോസ് ശ്ലീഹായുടെ തൂവാലയും, ദൈവമേ, നിന്നെ തൊട്ട് ഉയർപ്പിൻ്റെ നല്ല സാക്ഷിയായി നീ കർത്താവും ദൈവവും രക്ഷകനുമാണെന്ന് വിളിച്ചു പറയുകയും ആ വിശ്വാസത്തിൽ രക്തസാക്ഷി മരണം സ്വീകരിക്കത്തക്ക രീതിയിൽ അവസാനം വരെ നിലകൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ പിതാവുമായ തോമസ് ശ്ലീഹയെ പോലെ ആ അപ്പോസ്തോലിക സാക്ഷ്യത്തിൽ ജീവിക്കുവാനും നിന്റെ നല്ല സാക്ഷികളായി പരിണമിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. സഭയെയും അതിലെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അവിടുന്ന് പരിപാലിക്കണമേ. ഞങ്ങളെ നേർവഴിയിൽ നടത്തുന്ന പിതാക്കന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ദൈവീക ജ്ഞാനത്തിൽ നടത്തി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞുങ്ങൾ, കർത്താവെ, അവരെ ഓർത്ത് സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ദൈവമേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, ഞങ്ങളെ കൈപിടിയരുതേ. നീ ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. പ്രകാശത്തിൻ്റെ പ്രതിഫലനമായി നിന്റെ നിഴലായി ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ. സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങയ്ക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും തന്നെ. ആമേൻ.